എന്ന ലോകം കാണുന്നത്. എനിക്ക് തോന്നുന്നു ഞാനാണെന്ന് തോന്നുന്നു ഏറ്റവും അവസാനം ഇപ്പോൾ ലോകം കാണുന്നത്. ഇൻസ്റ്റാഗ്രാം തുറക്കാൻ വയ്യ, ഫുള്ള് ലോകയുടെ സ്റ്റാറ്റസേ ഉള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പേടിച്ചിട്ടൊരു പോസ്റ്റ് ഒന്നും വായിച്ചില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കഥയെല്ലാം എടുത്തിട്ട് കളയും. ഇപ്പം തന്നെ ഇത്രയും ദിവസമായി 200 കോടി, എനിക്കൊന്ന് ഇന്ന് 200 കോടിയോ ഇന്നലെ 200 കോടിയോ കണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ 200 കോടി കിട്ടിയതിനകത്ത് ഒന്നും അതിശയപ്പെടാനില്ല. അത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് അവർ ചെയ്തത്. അത് ഡിസർവ് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 200 കോടി എത്തിയതിൽ എനിക്ക് അറിയാമായത് വെറും 30 കോടിക്കാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതിൻ്റെ ബഡ്ജറ്റ് 30 കോടിയാണ്. ഒരു 30 കോടിയിൽ വേറെ ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയിൽ ഇത്രയും നല്ലോണം ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എനിക്കൊന്ന് മലയാളത്തിൽ മാത്രം സംഭവിക്കുന്നൊരു സംഭവം, ഒരു കാര്യമാണ് അത്. ശരിക്കും ഇത് ആ പുള്ളിക്കാരൻ ഫസ്റ്റ് മൂവിയാണ് ഡൊമിനിക് അരുൺ. ഒരു രക്ഷയില്ല, മച്ച പൊളിച്ചിട്ടുണ്ട്. ആ പുള്ളിക്കാരൻ അതിനൊക്കെ നിമിഷ് രവി ഇതിൻ്റെ കൊറിയോഗ്രാഫി, പിന്നെ എന്തോ ചാക്കോയാണ് ഇതിൻ്റെ എഡിറ്റിങ്ങൊക്കെ അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ വലിയ സംഭവമൊന്നുമല്ല, എഡിറ്റിംഗ് പഠിച്ചിട്ടൊന്നും നമുക്ക് പറയാനുള്ള സംഭവമൊന്നുമില്ല. പക്ഷെ അടിപൊളിയായിട്ടുണ്ട്. ഇതിൻ്റെ നമുക്ക് കാണുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ, അടിപൊളിയായിട്ടുണ്ട്. പിന്നെ VFX ടീം ശരിക്കും പറഞ്ഞാൽ ആരെയൊക്കെ പ്രൈസ് ചെയ്യേണ്ടതെന്ന് അറിയാൻ വയ്യ. എല്ലാവരും ഇതിൻ്റെ അഭിനയിച്ചിരിക്കുന്നതായിക്കോട്ടെ. നമ്മുടെ കല്യാണി പ്രിയദർശനൊക്കെ തീയാണ്. പിന്നെ നസ്ലിൻ നൈസ് കോമഡിയാണ്, പുള്ളിക്കാരൻ നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സലീം കുമാറിൻ്റെ മോൻ ചന്തു നൈസാണ്. അഭിനയിച്ചിട്ട് അത്യാവശ്യം എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്നത്. ആരും മോശമല്ല. സാൻഡി ടോപ്പാണ്. നിങ്ങൾ ആരെങ്കിലും ശരി, എനിക്ക് തോന്നുന്നില്ല ഒരു എല്ലാവരും കണ്ട് കാണും. എന്നാൽ പോലും ഇനി ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ അടുത്തുള്ള തിയേറ്ററിൽ പോയിട്ട് മസ്റ്റായിട്ട് ഇത് കാണേണ്ട ഒരു സിനിമയാണ് എനിക്ക് പറയാനുള്ളൂ. നമ്മുടെ ഇൻഡസ്ട്രിയിലൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ വല്ലപ്പോഴും മാത്രം സംഭവം. ഇപ്പോൾ ഒരു തലനും കണ്ട് കാണും. എന്നാൽ പോലും ഇനി ആരെങ്കിലും കാണാറുണ്ടെങ്കിൽ ഞാനിത് മസ്റ്റായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഇത് പോയി കാണണം. ശരിക്കും എനിക്കൊന്ന് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ സിനിമ തന്നെയാണ്. ഫാമിലിക്ക് ഇഷ്ടപ്പെടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫാമിലി ആയിട്ടാണ് പോയത്. ഒരുവിധം അതിനകത്തൊരു ഞങ്ങളൊരു 5 പേരുണ്ടായിരുന്നു. അവർക്ക് ഒരാളൊഴിച്ച് ബാക്കി എല്ലാവർക്കും അത്യാവശ്യം ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരാൾക്കൊരു ആവറേജ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഫാമിലിക്ക് ഇഷ്ടപ്പെടും. എന്നാൽ പോലും ഒന്നെങ്കിൽ ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ കസിൻസ് ആയിട്ടോ ഒക്കെ പോകുന്നതായിരിക്കും നിങ്ങൾക്ക് വൈബാവുന്നത്, ഉറപ്പാണ്. പിന്നെ ഈ പാട്ട്, ഡാൻസ് അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ടീമുകൾ, പിന്നെ ഈ ലാർജർ ദാൻ ലൈഫൊക്കെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ നടക്കുമോ അല്ലെ, അങ്ങനെയൊക്കെ വിചാരിക്കുന്നവരോട് പോയി കഴിഞ്ഞാൽ അതൊക്കെ ഇഷ്ടപ്പെടുന്നവരോട് പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അടിപൊളിയായിരിക്കും, അത് ഉറപ്പാണ്. എന്തായാലും നിങ്ങളത് മിസ് ചെയ്യാതിരിക്കുക. ഇതൊരു തിയേറ്റർ മസ്റ്റ് വാച്ചാണ്, അത് ഉറപ്പാണ്. നിങ്ങൾ ആ സനി OTT വന്നിട്ടൊക്കെ കാണാതിരുന്നു കഴിഞ്ഞാൽ പോക്കാണ്. OTT ഒക്കെ കണ്ടിട്ട് എത്രത്തോളം ഇതൊക്കെ ഇഷ്ടപ്പെടും എനിക്കറിയത്തില്ല. ഇഷ്ടപ്പെടുമായിരിക്കും, പക്ഷേ ഇതിൻ്റെ ഒരു ഫീൽ കിട്ടണമെങ്കിൽ ഇത് തിയേറ്ററിൽ തന്നെ കാണണം.